ഇന്നത്തെ വീഡിയോ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പച്ചക്കായാണ് എടുത്തേക്കുന്നത്. പച്ചക്ക നമുക്ക് ഏത് കാ വേണേലും നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് പച്ചക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കായുണ്ടല്ലോ, ആ കായ എടുക്കാം. ഏത് കാ വേണേലും നമുക്ക് ഈ ഒരു സ്നാക്സിന് വേണ്ടി നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഏത്തക്ക ആവുമ്പോൾ ഒരു കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഏത്തക്ക ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മളിത് ഏത്തക്ക കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിത് ഒന്ന് പുഴുങ്ങിയെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ കാ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലികളൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇത് ഉടച്ചെടുക്കുന്നതിന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വേണേലും നമുക്കൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഈ രീതിയിലാണ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത്. ചെറിയ തരി കിടന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ പച്ചക്കറിയിലൊക്കെ കിട്ടുന്ന കാ ഉണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ ബജിക്കായിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് പൊടിച്ചെടുക്കാം. ഏത്തക്ക ആകുമ്പോൾ ഒരു കട്ടിയായിരിക്കും അത്. ഞാൻ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഒന്ന് അടിച്ചെടുത്താലും നമുക്ക് ഇതുപോലെ പൊടിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് വേണ്ടത്. ഒരു സവാള ഞാൻ ഈ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകുമാണ്. പച്ചമുളക് നമുക്ക് എരിവ് ആവശ്യമാണെങ്കിൽ നമുക്ക് പച്ചമുളക് എടുത്താൽ മതി. പിന്നെ എടുത്തേക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഇല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില ചെറിയ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുത്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, പിന്നെ പച്ചമുളക്, ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുത്ത് ബാക്കി നമുക്ക് കുഴച്ചെടുക്കണം. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്.
പിന്നെ വേണ്ടത് പെരുംജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, അത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ നമുക്കത് പിടിച്ചെടുക്കാം. ഞാനത് ഒരു ബോൾ ടൈപ്പിലും പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 രീതിയിൽ ഇത് പിടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ഈ രീതിയിലൊന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിതെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ ബോൾ രീതിയിൽ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാഴയുടെ ഷേപ്പിൽ നമുക്ക് പിടിച്ചെടുക്കാം. ബോൾ രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഷേപ്പ് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ രീതിയിൽ എടുക്കുമ്പോൾ നന്നായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടും. ഇത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിനി ഓരോന്നായിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 തവണയായിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും നമ്മൾ ഒരേപോലെ മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചും തിരിച്ചും ഒന്ന് ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. 2 സൈഡും ഒരേ രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കന്റെ ഓള് മറക്കാതെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.